والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ അഞ്ച് വക്ത് നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن عبد الله بن عمرو رضي الله عنهما أن رجلا أتى رسول الله صلى الله عليه وسلم فسأله عن أفضل الأعمال. ഒരിക്കലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും എന്നിട്ട് അമലുകളിൽ കർമ്മങ്ങളിൽ അഫ്ളലായത് ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിക്കുകയും ചെയ്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാ, നിസ്കാരം. ഖാല സുമ്മ മഹ്, വീണ്ടും ആ വ്യക്തി ചോദിച്ചു, പിന്നെ ഏതാണ്? ഖാല സുമ്മ അസ്സലാ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം. ഖാല സുമ്മ മഹ്, വീണ്ടും ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സുമ്മ അസ്സലാ, വീണ്ടും നിസ്കാരമാണ്. സലാസ് മറാത്ത്, മൂന്നവണ അങ്ങനെ പറഞ്ഞു. ഖാല സുമ്മ മഹ്, വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ ഫضലുകൾ പറയുന്നിടത്ത് തന്നെ നമുക്കറിയാം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊരാളുടെ മേലെയും ദിവസവും അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് അമലുകളിൽ ശ്രേഷ്ഠമായതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. ഇതല്ലാതെ വേറെയും ധാരാളം ഹദീസുകളിൽ സഹാബികൾ ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. وعن ثوبان رضي الله عنه قال قال رسول الله صلى الله عليه وسلم استقيموا ولن تحصوا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക, അഥവാ ഹക്കിനോട് യോജിച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. വലൻ തഹ്സു, എല്ലാ കാര്യത്തിലും അതിന്റെ പരിപൂർണത ഉന്നതമായ അവസ്ഥയിൽ തന്നെ എത്തണമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ നേരെ ചൊവ്വ ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളുക എന്നുള്ളതാണ്. വഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സലാ, നിങ്ങൾ മനസ്സിലാക്കുക, അമലുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അസ്സലാത്ത്, നിസ്കാരമാണ്. വലൻ യുഹാഫിള അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ, ഒരു മുഅ്മിനല്ലാതെ അവന്റെ വുളു കാത്തു സൂക്ഷിക്കുകയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. വുളുവിന്റെ ബാബിൽ വുളു തുടർച്ചയായി മുറിഞ്ഞു പോയാൽ വീണ്ടും അതിനെ തുടർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ്. ഇവിടെ അമലുകളിൽ ഏറ്റവും ഉത്തമമായത് ഖൈറായത് നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ورواه الطبراني في الأوسط من حديث سلمة بن الأكوع وقال فيه മറ്റൊരു ഹദീസിൽ واعلموا أن أفضل أعمالكم الصلاة. നേരത്തെ പറഞ്ഞത്. وعن حنظلة الكاتب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബായിട്ടുണ്ടായിരുന്ന ഹംദല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, ആരാണോ 5 വക്ത് നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്, റുകൂഇഹിൻ വസുജൂദിഹിൻ വമവാഖീതിഹിൻ, അതിന്റെ റുകൂവും അതുപോലെ സുജൂദും അതിന്റെ സമയമെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട്, വഅലിമ അന്നഹുന്ന ഹഖ്ഖുൻ മിൻ ഇൻദില്ലാഹ്, അവന് അറിയാം ഇത് അള്ളാഹുവിനോടുള്ള എന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് എന്നിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണെന്ന് അവനറിയാം. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഔ ഖാല വജബത് ലഹുൽ ജന്ന, അല്ലെങ്കിൽ അവന് സ്വർഗം നിർബന്ധമാകുന്നതാണ്. ഔ ഖാല ഹറുമ അലന്നാർ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് നരകം അവന്റെ മേലെ ഹറാമാകുന്നതാണ്. നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് നിസ്കാരം. നിസ്കാരം പാഴാക്കുന്നവൻ, ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ നിന്ന് ഒരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നവന്, അത് കൃത്യമായി നിർവഹിക്കുന്നവന് സ്വർഗപ്രവേശനമുണ്ട് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. ഇതേ ആശയത്തിൽ മറ്റൊരു ഹദീസാണ്. وعن عثمان رضي الله عنه أن رسول الله صلى الله عليه وسلم قال من علم أن الصلاة حق مكتوب واجب دخل الجنة, ആർക്കാണോ നിസ്കാരം അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് എന്ന് അറിയുന്നത്, അഥവാ ഈമാനുള്ളത്, അത് നിർവഹിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. കിതാബ് സ്വലാത്തിലെ അടുത്ത ഫസ്ൽ الترغيب في الصلاة مطلقا وفضل الركوع والسجود والخشوع.
നിസ്കാരത്തിന്റെ ഫളിനോടൊപ്പം തന്നെ പ്രത്യേകം നിസ്കാരത്തിന്റെ കാര്യങ്ങളാണ് റുക്കൂ സുജൂദ് എന്നുള്ളത്. ആ റുക്കൂഇന്റെ ഫളിലായിട്ട് പ്രത്യേകം ഹദീസുകൾ വന്നിട്ടുണ്ട്, സുജൂദിന്റെ ഫളിലായിട്ട് പ്രത്യേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ വൽ ഖുശൂ, നിസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട ഖുശൂ. ഖുശൂവിന് മലയാളത്തിൽ ഭയഭക്തി എന്നെല്ലാം പറയാറുണ്ട്. ആ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നത്, അതിന്റെ എല്ലാം പ്രത്യേകം ഫളിലെടുത്ത് പറയുന്ന ഹദീസുകളാണ് ഈ ഫസ്ലിൽ കൊടുക്കുന്നത്. عن أبي مالك الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماء والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തുഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്നുള്ളത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളു നിസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുഹൂർ എന്നുള്ളതുകൊണ്ട് വുളു എന്നും ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരമാണ് എന്നും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് കാണാം. കാരണം അല്ലാഹു തആല ഖുർആനിൽ തന്നെ നിസ്കാരത്തെ ഈമാൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയിട്ട് വേറെയും ഹദീസുകളിൽ നിസ്കാരത്തെ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അത്തുഹൂറു ഷത്റുൽ ഈമാൻ, അപ്പോൾ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ നിസ്കാരം ശരിയാണെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട കാര്യമാണ് വുളു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നുള്ളത് മീസാനിൽ കനം തൂങ്ങുന്നതാണ്, നാളെ പരലോകത്ത് നിറക്കുന്നതാണ്. നാളെ പരലോകത്ത് മീസാൻ സ്ഥാപിക്കപ്പെടും നമുക്കറിയാം. ആ മീസാനിൽ കർമ്മങ്ങളെ തൂക്കും, കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും, അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരെയും തൂക്കും. അതിൽ കർമ്മങ്ങളിൽ വളരെയധികം കനം തൂങ്ങുന്ന അല്ലെങ്കിൽ അത് നിറയുന്ന കാര്യമാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന അസ്സമാഇ വൽ അർദ്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ഇതും അതുപോലെ തന്നെ മീസാൻ നിറയുന്നതും അല്ലെങ്കിൽ ആകാശഭൂമികളോളം അത്രയും മഹത്തമായിട്ടുള്ള വലിയ കാര്യമായിട്ടാണ്, ആകാശഭൂമികളോളം നിറയുന്ന കാര്യമാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്നുള്ളത്. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അള്ളാഹു ആക്കിയിട്ടുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ രണ്ട് ദിക്റുകൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. അത് ഈ ദുനിയാവിലും ഖബറിലും പരലോകത്തുമെല്ലാം ഒരു അടിമക്ക് നൂറായിക്കൊണ്ട് പ്രകാശമായിക്കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ് നിസ്കാരം. വസ്സദഖതു ബുർഹാനുൻ, ദാനധർമ്മം എന്നുള്ളത് വ്യക്തമായ ഒരു തെളിവാണ്, അതായത് അവന്റെ ഈമാനിന്റെ ഒരു തെളിവായിക്കൊണ്ട് അടയാളമായിട്ടുള്ള കാര്യമാണ് സ്വതക്ക. ഒരാൾ അവന്റെ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കുന്നുണ്ട് എങ്കിൽ അവനറിയാം അവന്റെ റബ്ബ് ഇതിനേക്കാൾ ഖൈറായത് അവന് നൽകും എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഈമാൻ, അതിനുള്ള വ്യക്തമായ ഒരു പ്രമാണവും തെളിവുമാണ് സ്വതക്ക എന്നുള്ളത്. വസ്വബറു ദിയാഉൻ, ക്ഷമ എന്നുള്ളത് പ്രകാശമാണ്. അറിയാം ഏതൊരു കാര്യത്തിന്റെയും, നന്മ ചെയ്യുന്നതിന്റെയും പാപം ഒഴിവാക്കുന്നതിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം ക്ഷമയാണ്. ആ ക്ഷമ എന്നുള്ളത് ഒരു പ്രകാശമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, ഖുർആൻ എന്നുള്ളത് ഒന്നെങ്കിൽ നാളെ പരലോകത്ത് നിനക്കുള്ളൊരു ഹുജ്ജത്തായിരിക്കും, അഥവാ ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ഹുജ്ജത്തായിരിക്കും ഖുർആൻ. എന്നാൽ ആ ഖുർആനിന്റെ കൽപ്പനകൾ കേട്ടിട്ട് അതിനെതിരായി നിന്നാലോ നിനക്കെതിരായി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും ഖുർആൻ ഉണ്ടാവുക. അപ്പൊ ഖുർആൻ കേൾക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ആളുകൾ ആ ഖുർആൻ നമുക്കൊരു ഹുജ്ജത്താകുന്ന രീതിയിലായിരിക്കണം, അള്ളാഹുവിന് മുമ്പിൽ ഖുർആൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന രീതിയിലായിരിക്കണം ഖുർആൻ ആകേണ്ടത്. എന്നാൽ ഖുർആൻ കേട്ടും പഠിച്ചിട്ടുമെല്ലാം നമുക്കെതിരാകുന്ന അവസ്ഥ അത് വളരെ അപകടമായിരിക്കും. അപ്പൊ ഈ ഹദീസിൽ നിസ്കാരം പ്രകാശമാണ് എന്നതിനെ പറ്റി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്തുഹൂറു ഷത്രുൽ ഈമാൻ എന്നുള്ളത് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിനും അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ വായിക്കാം. ബറക്കല്ലാഹു ഫീക്.